കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഗോൾ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ, അതായത് ഈ 2 ചാപ്റ്റർ പെർ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ A+ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്തിനാ സാർ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യേണ്ട ആവശ്യം? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചാപ്റ്റർ പഠിക്കുന്ന ഒരു കാര്യം, പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡലിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ അത് വെച്ച് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. നിങ്ങൾ ചാപ്റ്റർ ഇങ്ങനെ വൺ ഷോട്ടും കണ്ട് പഠിച്ചല്ലേ, ബാച്ചിലർ ലൈവ് മാത്രം കണ്ട് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ചതുകൊണ്ടല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ മാത്രം വെച്ച് മനസ്സിലാക്കിയതുകൊണ്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റണമെന്നില്ല. കാരണം എന്താണ്? കാരണം പരീക്ഷയിൽ ചോദ്യങ്ങളുടെ രൂപത്തിലാണ് നിങ്ങളുടെ പേപ്പർ ഉണ്ടാകുക. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി ചാപ്റ്റർ പഠിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചാപ്റ്റർ പഠിച്ചതിന് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യണം സാർ. പക്ഷേ ഈ A+ ലെവൽ ചോദ്യങ്ങളൊക്കെ ആര് ഞങ്ങൾക്ക് ചെയ്തു തരും? ഈ ലൈവിൽ തന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഗോളാണിത്. ഒബ്വിയസ്ലി പല കുട്ടികളും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ബാച്ചിൽ ഓൾറെഡി നമ്മുടെ എക്സാമിനറിന്റെ ഏത് ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സാർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? എടോ, ഓരോ ചാപ്റ്ററിലും നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് പഠിപ്പിക്കുന്നില്ലേ ചോദ്യങ്ങൾ? ചില ക്ലാസ്സിൽ ചില ചാപ്റ്റേഴ്സിന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ ലൈവ് വെക്കുന്നില്ലേ? അതാണിത്. അപ്പോൾ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അല്ലാത്തവർക്ക് ഇത് എങ്ങനെ തീർക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഗോൾ നമ്പർ 2.